ഗൈസ്, നമ്മുടെ പുതിയ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്താണ് ട്രെയിൻ കയറാണ്. ദാമൻ ദിയു യൂണിയൻ ടെറിട്ടറി. ദാമൻ ദിയു യൂണിയൻ ടെറിട്ടറി അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ മെട്രോ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. മെട്രോ കയറില്ല, മെട്രോ ഇറങ്ങാണ്. ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? റുപ്യ ധാരാവി പോവാണ്. ഇനി കളികൾ ധാരാവി, സാത്തുവാലയുടെ കളികൾ ധാരാവി. ഗൈസ്, കത്തിയുള്ള ബാഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. മെട്രോ എത്തിയിട്ടുണ്ട്. ചെറിയനെ കംഫർട്ടബിൾ അല്ലേ? കറാമത്ത് അവിടെ നിന്നട്ടോ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഷാഫിക്ക് പറഞ്ഞൊരു ചൊല്ലാണ്. നമ്മൾ പാസഞ്ചർ ട്രെയിനിലാണ് പോണത് അല്ലേ? പാസഞ്ചർ ട്രെയിനിന്റെ പ്രത്യേകത സാധാരണക്കാർക്ക് വേണ്ടി, അവിടുത്തെ നാട്ടുകാർക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാ കോച്ചും ജനറൽ ആകാരം. ഒരു ഹാൻഡിക്യാപ്ഡ് കോച്ചുണ്ടാവും, ലേഡീസ് കോച്ചും. സെക്കൻഡ് ക്ലാസ് യാത്ര. ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ നമ്പർ 7 അല്ലേ ചെറിയനെ? മെട്രോ വിട്ടാണെങ്കിൽ 10 ആവും. ട്രെയിൻ നമ്പർ എത്ര ഇപ്പോ? മെട്രോ വിട്ടാണെങ്കിൽ 10. ഏഴാമത്തെ ട്രെയിനാ തോന്നുന്നു. ട്രെയിൻ നമ്പർ 7. ഓറങ്ങിക്കോളി. നമ്മള് ഗുജറാത്തിലെ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്ക പോകേണ്ട കുറച്ചത് യൂണിയൻ ടെറിട്ടറി ആയ ജമ്മു-ദ്വീപിലേക്കാണ്. അത് അങ്ങനെ ആരും ഇങ്ങോട്ട് ചെല്ലില്ല. പോണ്ടിച്ചേരിക്ക് എല്ലാവരും പോകണാണ് ജമ്മു പിടിക്കുക. അങ്ങനെ നമ്മൾ വാപ്പിയിൽ നിന്നും ദമനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ടാക്സി കാറിലാണ്. ഏത് വണ്ടി? മാരുതി ജന്ന. അങ്ങനെ നമ്മളെ ദാമനത്തെ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വാവ്, നൈസ് പ്ലേസ് ഗായ്സ്. ഇവിടെ ഒരു സ്റ്റേഡിയം കണ്ടിടുക. ടൂറിസ്റ്റ് ബസ് പോണേ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബീഡിങ് അവിടെ കാണാം. നല്ലൊരു എൻട്രി, നല്ല വെൽ നീറ്റ് ആൻഡ് എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം അല്ലേ? ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോർട്ട് വേറെ കണ്ടിട്ടില്ല. നല്ല നീറ്റ്. ടിക്കറ്റ് ഇത് കാണില്ലേ? സ്പൈഡർമാൻ ആണ് എൻട്രൻസ് ഒക്കെ വരുന്നത്. Wow, guys. അടിപൊളി.
ഒരു പോണ്ടിച്ചേരി ഒക്കെ ടച്ച് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് ഒന്ന് പോയി നോക്കാം. അവിടെ ഇതിലേക്ക് കയറാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു ലൈക്ക് എ പാർക്ക് പോലെ ആംബിയൻസ് ആണ് ഗൈസ്. ഫോർട്ടിനകത്താട്ടുള്ളത്. ഫോർട്ടിനകത്ത് പാർക്ക് പോലെ സംഭവം ഉണ്ടാക്കി വെച്ചത്. ചേരാൻ പോവാണേ. ആ കാണുന്നതാണ് ദുബായ് അറിഞ്ഞില്ലേ? വെയില്. എന്നാലും എൻ്റെ മോദി അണ്ണ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വച്ചേക്കുന്നേ? പരന്തോ കിഷന്ന. ഫോർട്ടിന്റെ മതില് മാത്രമേ ഉള്ളൂ അല്ലേ? പുറത്ത് നോക്കുമ്പോൾ ഇതൊരു ഫോട്ടോ ആയിട്ട് തോന്നുന്നെങ്കിലും അകത്ത് ഫോട്ടോ ആയിട്ട് തോന്നുന്നില്ല ഗൈസ്. ടോപ്പ് ഔട്ട് ഗൈസ്. ബാക്കിയുള്ള സ്റ്റോറി ആഡ് സ്റ്റോറി അടിച്ചില്ല കേട്ടോ. ഒറ്റക്ക് സോളോ വന്ന മാതിരി, സോളോ ട്രിപ്പ് വന്ന മാതിരി. പിന്നെ എവിടെ എനിക്ക് പിന്റെ സ്റ്റോറി ആഡ് സ്റ്റോറി അടിച്ചാൽ മതിയല്ലോ. ഇത് എന്തിനാ പിന്റെ എക്സെപ്റ്റ് പോയി കഴിച്ച് കൊഞ്ഞനെ കുത്തിക്ക, കൊഞ്ഞനെ കുത്തിക്ക. എക്സാം ആടാ വന്നപ്പോ കുത്തിച്ച, പിന്നെ കുത്തിച്ചിട്ടില്ല. ഏതാ ഫോണിനെ പറ്റി പറഞ്ഞെടുത്താ? അതേതാണ് ഫോണ്? ഓപ്പോ F29 Pro. ഇത് നിലത്തിട്ടാ പൊട്ടില്ല, ഫ്രിഡ്ജിൽ കയറ്റി ഐസാക്കിയാലൊന്നും സംഭവിക്കൂല, വെള്ളത്തിലിട്ടാലൊന്നും സംഭവിക്കൂല, ഐസിലിട്ടാലൊന്നും സംഭവിക്കൂല. അതും 4500 mAh ബാറ്ററി ആണെങ്കിലും 1.5 ദിവസം സുഖമായിട്ട് നിൽക്കും. ചൊറുക്കില്ലല്ലേ വേറെ. JBL ആണ് സ്പീക്കർ ഉള്ളത്. എന്താ പറയാ, ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടം പോലെ ഫ്രെയിമും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മളെ പോണ്ടിച്ചേരി ഒക്കെ പോലെ തന്നെ. ഇതൊരു പബ്ലിക് റോഡാണ് ഗൈസ്. പബ്ലിക് റോഡാണ്, മെയിൻ റോഡാണ്. അടാ എന്തെന്നാൽ ഇതിനകത്ത് ചെറിയൊരു ചർച്ച വരുന്നുണ്ട്. പാടാരാ മaldini ഓരോരോ നമ്മുടെ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ പോർച്ചുഗീസ് സ്റ്റൈലാണ് വരുന്നത്. ഇവിടെ ഒരു ചർച്ചാണ്. ഒരു പോണ്ടിച്ചേരി വൈബുണ്ട്. ആളുകൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അയ്യോ, നമ്മുടെ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദമൻ കയറ്റിയിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു.
മലയാളീസൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട്, പഠിക്കാൻ വന്നവരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവനും ഇവൻ മലയാളിയാണ്. ഗവൺമെൻറ് ഹൗസാണ് കഴിച്ചത്, ഗവൺമെൻറ് ഹൗസാണ്. ആ കടയിൽ പോയി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളീസിനെ കണ്ട എഴുതി വരുമ്പോൾ ഒക്കെ മലയാളീസ് ആ കടയിൽ പോയി. എന്താണ് അർച്ചത്? ഇതോ ആ ഇത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടാണ് തോന്നുന്നത്. നാട് കാണാൻ പിന്നെ വാട്ട് എ ബ്യൂട്ടിഫുൾ കപ്പലുണ്ട് ഗായ്സ്. ദാമൻ ഡ്രൈവില്ലേ, ദാമൻ ഡ്രൈവ്. എനിക്ക് ഇവിടെ നിന്നെടുത്തേ എന്തേ ഞാൻ അവിടെ ഇരിക്കും. എനിക്കും വേണം. ബാക്കിൽ ഫുള്ള് പതാകകളൊക്കെ. ഓ ചെറിയോനെ അവിടെ സണ്ണ് ഗൈസ്. ഇവിടെ എന്താ പറയുക, വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാവിയിൽ നല്ലൊരു ടൂറിസം പ്ലേസ് ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പട്ടികൾ, നല്ല രസമുള്ള ബോട്ടുകളുണ്ട് ഗായ്സ്. കടലിൽ നോക്കിയാൽ ബോട്ടുകൾ കാണാം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ബോട്ട് ക്രാഷ് ഉണ്ടായിക്കണേ. ബോട്ടൊക്കെ നോക്കിയാ ബോട്ടിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗായ്സ്. കച്ചി മേരെ. ഇത് വേറൊരു ഫോട്ടോ ആണ് കേട്ടോ, ഏറ്റവും ചെറിയ ഫോട്ടോ ആണ്. ഏതപ്പൊക്കെ അതിട്ടല്ലേ. മോമ്പോട്ടൊന്നുമില്ല, മറിഞ്ഞതാ. സെൻട്രൽ സെക്യൂരിറ്റി മറൈൻ പോലീസിൻ്റെ ആസ്ഥാനമാണ്. സെൻട്രൽ സെക്യൂരിറ്റി അല്ല, കോസ്റ്റൽ സെക്യൂരിറ്റിയാ. കോസ്റ്റൽ സെക്യൂരിറ്റി ആസ്ഥാനം. DNHN ദമൻ ദിയു. ദാദ്ര ഹവേലി ആൻഡ് ദമൻ പോലീസിൻ്റെ ആണ് ഗൈസ്. ഓരെന്തോ ഉണ്ടാക്കുന്നുണ്ട്. പവർ ഓഫ് റൺ ഓഫ് കാറ്റ്. അന്നല്ലടാ ബോർഡർക്ക് കളി മാറും. ഇത് കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്, ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. അതൊന്നും അല്ല, അതിന് പാകിസ്ഥാൻ്റെ ഒരു നോയിൻ്റെ ആയിട്ടുണ്ട്. പാകിസ്ഥാൻ നോയിഞ്ഞാൽ റിട്ടേൺ പൊട്ടിക്കും. പിന്നെ അതിന് വേണ്ടി ഇത് ഉണ്ടാക്കണത്, നോഞ്ഞി കയറാൻ പൊട്ടിച്ചാൻ വേണ്ടിയിട്ട്. മാർഗം നമ്മൾ യുദ്ധം ടകട്ടാക്കിയാണ് പൊട്ടിക്കും. അംജദിൻ്റെ തലക്കും അറിവിൻ്റെ പ്രകാശം, അറിവിൻ്റെ വെളിച്ചം. ഓ ഇവിടെ നോക്കി ചെറിയ ഫ്രെയിം നോക്കിയാ, അറിവിൻ്റെ വെളിച്ചം നോക്കിയാ. അവനവൻ്റെ കുട്ടി കുളിച്ചാണ് കൈസ്. അവൻ ലൈൻ ഉണ്ട്, എല്ലാവരും കണ്ടോളൂ. അവൻ ലൈൻ ഉണ്ട്. അത് നിഷാദാണ്, അവൻ ലൈൻ ഉണ്ട്. ഫ്രെയിം ടോപ്പ് ഫ്രെയിം പോവാ ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കൊതിച്ച കോമ്പോ അവിടെ നടന്നു ഗൈസ്. നെയ്മറും കുട്ടിയും വീണ്ടും ഒരുമിച്ച്. അതിനൊപ്പം മാൽഡീനി ഉണ്ട്. ഏതപ്പോ കോമ്പോ നെയ്മറും കുട്ടിഞ്ഞോയോ. ബ്രസീലിയൻ 3 ആംഗിളപ്പ്. ലൈറ്റ് ഹൗസ് കയറാം, കുറേ കയറണടാ. ദാമനത്തെ ബീച്ചിലേക്ക് എത്തി. ബീച്ചിൻ്റെ പ്രത്യേകത ഉണ്ട്. ബീച്ചിൻ്റെ പേരെന്താ? കരിമ്പീച്ച്. ഫുള്ള് കറുത്ത മണലാണ് ഗൈസ്. കരിമ്പീച്ചാണത് ഗൈസ്, കറുത്ത മണൽ. നല്ല വൃത്തിയുണ്ട്. അവിടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിമ്പീച്ച് കരിഞ്ഞ മണലായതുകൊണ്ട് തെറ്റായ വാർത്തകൾ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഒട്ടകം ഉണ്ടോ അവിടെ? അല്ല, ഒട്ടക അവിടെ ഇതുണ്ട്. എന്താ പനി പറയാ? ഡ്രാഗൺ ഗൈസ്. ചെറിയ പോയി ഗൈസ്, ചെറിയ പുളി. കടലുള്ള വലിഞ്ഞാണ് ഗൈസ്. ചെറിയ അതിന്റെ മെയിൻ ടോപ്പായി പോയി. ഷൂ അവിടെ കിടക്കണേ.
ചെറിയോന് 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 സോക്സ് നോക്കി ചാണ ചവിട്ടിയ മാതിരി നേരെ നാട്ടിക്ക് എന്തുകൂടെ ഇങ്ങനെ അവിടെ അത്ര പോയില്ല അതൊക്കെ ഇങ്ങനെ ബാഗ് കൊണ്ടുപോവാ വലിച്ചെറിഞ്ഞ ഞാനിങ്ങനെ വലിച്ചെറിയ ചെരുപ്പ് മേടിച്ചു അവൻ്റെ വേറെ ഷൂ ഉണ്ട് വേറെ ഷൂ ഉണ്ടോ എന്ത് ഇപ്പൊ ഇമ്പർമാനമുള്ള ബനാനയിൽ കണ്ടോ അങ്ങോട്ടൊക്കെ ഞാൻ എന്താണ് കുടിച്ചൂടെ ഇന്നലെ ഫുൾ ഡേ ഇന്നലെ ഫുൾ ഡേ കുടിച്ചേ ഞാൻ ഇന്നലെ ഹാഫ് ഡേ തന്നിട്ടുള്ളൂ ഇന്നലെ ഹാഫ് ഡേ തന്നിട്ടുള്ളൂ ഇങ്ങോട്ട് വൈകുന്നേരം കുറെ നേരം ഞാനാ പിടിച്ചത് അവിടെ പൂളില്ല ഐക്കോണിക് ഓ ഏതാ ഷോട്ട് ചെറിയനെ ബോബിൽ നടന്നു പോകും പോലെ പോവാ പോവാ പള്ളി പോണം നോമ്പർക്കള്ളാണേ ചെറിയൊരു കമ്പനിക്കാർ ചെറിയനോട് എന്തോ പറയണ്ട പക്ഷെ ഓൻ ഇന്ത്യ അറിയില്ല അങ്ങോട്ടാണ് ബീച്ച് സ്റ്റാർട്ട് ചെയ്യണത് വെറുതെ അല്ല അതൊക്കെ പോയണേ അവിടുന്ന് അങ്ങടെ ബീച്ച് ഇൻഫോർമേഷൻസ് വരുന്നുണ്ട് ഇവിടെ തിരമാല അടിക്കുന്നില്ല എന്താ കാരണം ഈ കടലല്ല അത് പുഴയാണ് ബീച്ച് അവിടെ വരുന്നത് നേരെ കുറച്ച് 200 മീറ്റർ മാറി 200 മീറ്റർ മാറി ഷെല്ലുകൾ ശേഖരിക്കണം ഇതൊക്കെ മെമ്മറീസിനാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ അട്ടേക്കാട് ചെറിയ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ലേ കോലുമ്പ കിടക്കണേ ഞാൻ കടിയിൽ പോയി എന്തായതട്ടെ എന്താ അവിടെ പോയി കേൾക്കിയപ്പോ അവിടെ കേൾക്കാൻ അങ്ങനെ എനിക്ക് മനസ്സിലായത് എന്തോ പറഞ്ഞു നിങ്ങളുടെ ഹിന്ദിയാണോ മറാത്തിയാണോ ചോദിച്ചു ഞാൻ മലയാളമാണ് പിന്നെ ഹിന്ദിയിലെന്തോ പറഞ്ഞു അവിടെ പോയി കേൾക്കാനാണ് ഇവിടെ ഫുൾ കരിയാണേ അങ്ങനെ ഡാമിലത്തെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പള്ളിക്കൊക്കെ പോയി വെക്കാണ് നമുക്ക് തുറക്കാനുണ്ട് നല്ല നൈസ് പീസ്ഫുൾ സ്ഥലം ഇഷ്ടമായി സൈക്കിള് റെൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യാം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവറ്റ് റിസോർട്ട് എടാ ഇതാ തന്നെയാണ് നമ്മൾ വണ്ടി ഇറങ്ങിയില്ലേ അതെത്തും ആ റിസോർട്ടിൻ്റെ സൈഡാ അത് പർച്ചേസിങ് കഴിഞ്ഞറിയില്ലാത്തതാണ് എന്നാലും 5 പർച്ചേസ് ചെയ്യുന്നുണ്ട് ആറി വീഡിയോ എടുക്കണ്ടേ ഇല്ലാതെ എല്ലാത്തിനും ചീപ്പ് റേറ്റ് ആണ് ഇത്ര അച്ച വാട്ടർഫാൾസ് ഒരു ലൈറ്റൊക്കെ വെച്ചൊരു സെറ്റപ്പാണ് നൈറ്റ് നല്ല നൈസാവും നൈറ്റ് നമ്മളിവിടെ ഇല്ല ഷോപ്പ് ഒരു മിനി മലയാളി നാട്ടില് നമ്മളെ ഫറൂഖിൽ കല്ലായി
ഇന്നത്തെ നോമ്പത്ര ഇവിടുന്ന് അങ്ങനെ ടോപ്പ് സ്ഥലം ഗായ്സ്. പള്ളിയൊക്കെ ടോപ്പ്, നല്ലൊരു സ്ട്രീറ്റ് ആണുള്ളത്. ആംബിയൻസ് ഉള്ള സ്ഥലം. നമ്മളെ ഹോസ്പിറ്റാലിറ്റി എന്താന്ന് കാണിക്കണം. അതാണ് ഇവിടുത്തെ കുഞ്ഞുൻ്റെ ലക്ഷദ്വീപ് ഇഷ്ടം പോലെ ഉണ്ട് ഗായ്സ്. മറ്റേ ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമയിൽ പറഞ്ഞ പോലെ എന്താണ് ഏത് ബുക്കിൽ എന്തുണ്ട് മലയാളി മലയാളിന്റെ ഇത് പറയുമ്പോ യൂണിയൻ ടെറിട്ടറി ആണ് ഡെമൻഡ്യൂ. ഒരു തല പറഞ്ഞാല് ഇതിന്റെ അപ്പുറം എന്താ പറയാ ഒന്നുമില്ല. പാകിസ്ഥാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് വരും. യാത്ര കൊണ്ട് കിട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ്. സോ വി ആർ ഹാപ്പി ഗൈസ്. ഗൈസ് പൂര ലക്ഷദ്വീപ് ഗൈസ്, ആകെ ലക്ഷദ്വീപ്. നമുക്ക് ഇവിടെ എത്തിയിട്ട് ലക്ഷദ്വീപ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവര് അവരോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല കളിക്കാൻ ഫുൾ ടീം ഗൈസ്. മാഷാല്ലാ മലപ്പുറംകാരാ എല്ലാരും. മലപ്പുറത്താ. ഫ്രഷാവണ്ട. എല്ലാരും ഉണ്ടല്ലോ. എന്റെ പേര് റഫിയ. ഫഹദ്, നിഷാദ്, അംജദ്, അർഷാദ്, റിഷാദ്. നല്ല ലക്ഷദ്വീപ് ബിരിയാണി ഗൈസ്. ഗൈസ് എല്ലാരും പോലീസുകാരാണ്. നമ്മുടെ ചെറിയ പോലീസുകാരാണ്. ലക്ഷദ്വീപ് രാമദ്വീപ് സ്ഥലത്ത് ഒരു മനുഷ്യനെ എങ്ങനെ സൽക്കരിക്കണം. അന്നേര് ലക്ഷദ്വീപാരെ സ്നേഹം നമ്മൾ പോയിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് ഓഫീസിലെ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ലക്ഷദ്വീപാരെ എങ്ങനെയാണെന്നുള്ളത്. ടോപ്പായിക്കണം, ഹാപ്പിയാണ്. മക്കളുടെ കൂടെ കമ്പനിക്കാരാണത്. എന്താ കമ്പനിക്കാരുടെ പേര്? വാഹിദ് ഫരീദ്. ഇവരൊക്കെ ലക്ഷദ്വീപാരാണ്. ലക്ഷദ്വീപാരല്ലേ എല്ലാവരും? കമ്പനിക്കാരായി. റയൽ മാഡ്രിഡും എത്തിച്ചത്. ടൈം വാല്യൂ രാത്രി ഉറക്കമില്ല. ഇല്ല ഇല്ല, 2 ദിവസം മുൻപ് റൂം എടുക്കും. അല്ല റൂം എടുക്കലുണ്ട്. രാവിലെ ശരി അല്ല ഇത് ഓക്കെയാണ്. ഇന്ന് അങ്ങനെ കടക്കും. കേക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികൾ. ഇവിടെ ഫ്ലൈറ്റ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പ്ലെയർ. ലക്ഷദ്വീപ് പ്ലെയർ. മുൻ ലക്ഷദ്വീപ് പ്ലെയർ. നമ്മുടെ കമ്പനിക്കാരാണ്. പേര് പറഞ്ഞു
നമ്മളെ ബ്ലോക്കിൽ പറഞ്ഞ ലക്ഷദ്വീപ് വണ്ടി ഓടുക അവിടുന്ന് പൊക്കി ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോ യൂണിഫോമിൽ തന്നെ നമ്മളിങ്ങനെ എല്ലാവരും ഡ്യൂട്ടി ഇഷ്ടംപോലെ പിള്ളേരുണ്ട് റൂട്ടിൽ ഞങ്ങൾ 700 രൂപ ഇവിടെ 200 സംഗമം ഒക്കെ ആളുണ്ടല്ലോ പെരുന്നാളൊക്കെ ഇവിടെ തന്നെ കൂടുതൽ പെരുന്നാൾ നല്ല അടിപൊളി ഇവിടെ പെരുന്നാൾ കൂടാ നമ്മള് പെരുന്നാൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്താലോ നമ്മള് പെരുന്നാൾ ഇങ്ങോട്ട് ആക്കിയാലോ ഞങ്ങള് ആഗ്രഹം അല്ലെങ്കിൽ ഭോപ്പാല പെരുന്നാൾ പ്ലാൻ ചെയ്ത് ലീവ് പോയാൽ അവിടെ നിന്നിട്ട് അടുത്ത മാസം ഇന്നലെ നേരം കണ്ട് പോന്നാ മതി. സത്യം നമ്മള് ടൂറൊക്കെ ബാക്കിയുള്ള അവർ പോയി വരുമ്പോ പറയും ലക്ഷദ്വീപ് പോണം കേട്ടിട്ടുള്ളൂ ഇപ്പോഴാണ് എന്തായാലും ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര തന്നെയാണ് എല്ലാവരും. നമുക്ക് കുറെ സംസാരിക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക് ഭയങ്കര അല്ലേ ഇവന് ഈ ഫിസിക് ഇല്ലെങ്കിൽ ഓന് ഇന്ത് പട്ടാളത്തിലോ അല്ലെങ്കിൽ പോലീസിലോ ആർമീസ് മിലിറ്ററി പരിപാടിയൊക്കെ ഇത് ഇപ്പൊ 2 വർഷം മുന്നേ ചെയ്ത പ്ലാനാണ് ട്രിപ്പ് പ്ലാന് 2 വർഷം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യരുത്. ഒരാഴ്ച അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇത് നമ്മുടെ രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതാണ്. പോയിട്ട് അതുകൊണ്ട് എത്ര ലേറ്റ് ആയത് പറഞ്ഞില്ലേ ആ എന്റെ റഫീഖ് ഞാൻ കോഴിക്കോട് പഠിച്ച മിഞ്ചൻ ആർട്സ് കോളേജിൽ ഡിഗ്രി അവിടെ നമ്മളെ ഉമ്മമാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഉമ്മമാരൊക്കെ അവിടെ ഉണ്ട്. ലക്ഷദ്വീപ് ഉമ്മമാരൊക്കെ അവിടെ ഉണ്ട്. ഇത്ര നന്നായിട്ട് ആശാൻ അവിടെ ഉണ്ട്. ബോസൊക്കെ അവിടെ ഉണ്ട്. എത്ര നേരം കിട്ടിയാൽ കഴിക്കും കഴിക്കണല്ല പിന്നെ പ്രശ്നമാവും. ഞാൻ അവിടെ പോയിട്ട് ഫുഡ് തീരെ കിട്ടിയില്ലെങ്കിലോ. കഴിച്ചിട്ട് കളിക്കുന്ന ആളാണ്. എനിക്ക് ചൂടും തണുപ്പൊന്നും ഇല്ലാത്തത്. പേര് എൻ്റെ അബ്ദുറഹ്മാൻ. നാട്ടിലെവിടെ പോയി ചോദിച്ചാൽ അറിയും. അമൻദീപ് അവന് അമൻദീപാണ് നമ്മുടെ പ്ലെയർ. കവരത്തി ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട്. കവരത്തി ഉണ്ട്. ഇവരുടെ അനിയത്തി ഉള്ളത് അവിടെയാണ്. ഇന്നലെ കണ്ട് പോന്നാ മതി. ഓ അവിടെ പോയിട്ട് വാ. അവിടെ പോയി ഫ്രഷ് ആയിട്ടോ. അവിടെ ഇതിൽ കാണിച്ചു തരാം. ആ സ്ഥലം കാണിച്ചെന്ന് എന്ത് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ബന്ധുക്കളൊക്കെ കാണാനായിട്ട് ഒരു വേറെ ട്രിപ്പ് ഉണ്ട് ഗൈസ്. ശരിയല്ലേ നമുക്ക് ഇന്ന് ഇവിടെ വെക്കടാ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനോക്കെ എനിക്ക് ചാർജ് ആയി കച്ചമില്ല പാടില്ല. പുറത്തൂടെടാ ആ ഈ വഴി നമ്മളെ ഉമ്മമാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഉമ്മമാരൊക്കെ പോവാണ്. നേരത്തെ പോട്ടിൽ നിന്നപ്പോ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകേണ്ടി നമ്മളെ വണ്ടിയാണേ. ഏതാ വണ്ടി? പോലീസ് വണ്ടി ഒന്നുമില്ല. ഇവിടെ തറാവിയാസ്കരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് യൂണിഫോം കണ്ടു ചെറു പേടിച്ചു ഓടി. ആൾക്കാരുണ്ടായിരുന്നോ കാണുമ്പോ തന്നെ യൂണിഫോം കാണുമ്പോ തന്നെ ഒരു
എവിടെ കിടക്കണം എന്താ ഇവിടെ ഇരിക്കണേ പോണ്ടേ എട്ട് സബ്സ്ക്രൈബേഴ്സിൽ 9 ആളെ പോലെ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഗൈസ് നമ്മളെ ഇന്ന് തറാവി നിസ്കരിച്ചു. ലക്ഷദ്വീപുകാരുടെ കൂടെ നമ്മൾ തറാവി നിസ്കരിച്ചു. കിട്ടില്ല അതുവരെ അച്ഛന്മാരെ വീട്ടിൽ പോവാണ്. നമ്മൾ ലക്ഷദ്വീപിലോട്ടിലെത്തി. പാറക്കോളത്തെ അതേ തറാവി, സെയിം തറാവി. നാട്ടിലെത്തിയൊരു ഫീൽ. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ മിസ് ചെയ്യുന്നത് അജാസിനെ. അജാസെ ഇത് കാണണ്ട, ഈ വീഡിയോ കാണരുത്. ചങ്ക് പൊട്ടി മരിക്കും. എന്നോട് അപ്പോഴും പറഞ്ഞതാണ് ഇന്നും കൂടി നിന്നിട്ട് പൊയ്ക്കോന്ന്. കിട്ടിണ്ടാവും. ഏതാ ലിഫ്റ്റ്? അല്ല ലിഫ്റ്റ് കാണണം, വെറൈറ്റി ആണെങ്കിൽ കേറാം. ലിഫ്റ്റ് അടിക്ക വരുന്നേ. ചെറുതാ എടാ, ലിഫ്റ്റിൽ കൊള്ളൂലടാ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ലിഫ്റ്റിൽ വരാം. നിങ്ങൾ ലിഫ്റ്റിൽ കൊള്ളൂലാന്ന്. ലിഫ്റ്റ് എത്ര ആള്, എത്ര ഏതാ ഫ്ലോറ്? 3. വെറൈറ്റി ലിഫ്റ്റ് ആണ്. ലിഫ്റ്റ് കയറാൻ പോലെ പെരക്കാരും കയറി. അടുത്ത ട്രിപ്പിലോ? ഏടാ ഡോറടക്ക്. ആ അതാ അനിരാട്ടന്റെ താനാ. അത് പോതെ ടോപ്പ് താരം. കളിക്കാരെ മൊത്തം തരാം. ഇന്നത്തെ തറാവീത്തെ പ്ലേസ് ഇത് ചെറിയ അന്യ മാതൃകാ പുരുഷനായി ഗൈസ്. ഇജോടുക്ക ഓല കൊണ്ടുവരാൻ പോവാ? കുട്ടി എല്ലാം ക്യാപ്ചർ ചെയ്യണം. മോനെ ഓലെ കൊണ്ടുവരാൻ പോയി. ചട്ടിപ്പറമ്പ് ചെറിയനൊക്കെ എന്താ പറയാ, സന്തോഷം മാത്രം. എൻ്റെ വീട്ടിൽ നമ്മൾ വന്നിട്ട് ഗൈസ് നെയ്മറെത്തിയിട്ട് മാൾഡീനി. ഇത് നാഷണൽ പ്ലെയർ, ക്ലബ് പ്ലെയർ. ആൾക്കാർ ജസ്റ്റ് പണ്ടേ ഗൈസ് ആ സൽക്കാരം, വീണ്ടും വീണ്ടും സൽക്കാരം. ആ ഞാൻ കുടിച്ചോളാം. മൈക്കോടെ മൈക്കോടുത്ത് നിങ്ങൾ ബൂട്ട് പന്ത് എന്താ ഇതിന്റെ അകത്ത്?
എങ്ങനെ പറഞ്ഞാല് എങ്ങനെ ടോപ്പോഗ്രാഫിന്റെ ഏറ്റവും മേലത്തെ വരല്ലേ അതിന് കയറൂല. ട്രിപ്പിൽ ഏത് വരെ പോയാലും ഇതിലേക്കാണ് ടോപ്പ് ദിവസം. അതിന്റെ മേലെ പോലെ ഇതിന് മേലെ പോകണ്ട. അർഷോ ഇവിടെ കൊടുക്കല് നമ്പർ നിങ്ങള് ഇതുണ്ടാവില്ലേ? തൊട്ടോട്ടടാ ബാലൻസ് ചെയ്തെത്തണ്ടേ? മറ്റേതുണ്ടോ? ഇതുണ്ടോ? ഞാൻ നമ്പർ കാണൂല. ഞാൻ പൊട്ടനല്ലല്ലോ. പുറത്തു നിന്നും കുഞ്ഞാപ്പ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. സ്റ്റില്ലുകളുണ്ട്. അല്ലാ ഭൂമി കുലിക്കണേ. അടിപോയി വരാം. എമ്മച്ച് വിടൂല. ലിഫ്റ്റ് ലിഫ്റ്റെങ്കിൽ ലിഫ്റ്റ്. ആഴ്ചയിൽ പാറക്കുളത്തിന് വേണ്ടി റഫി ബൂട്ട് കിട്ടുമ്പോൾ ലക്ഷദ്വീപിന് വേണ്ടി ലക്ഷദ്വീപ് പുലികൾ നാണായി. ഇത് ലക്ഷദ്വീപോ അതോ കിണറ്റിക്ക് പോകുന്നത്? അത് കിണറാ? അല്ല ചില്ലൊന്നേ. അവിടെ കാറൊക്കെ ഉണ്ട്. റൈറ്റ് ഡിസ്പ്ലേ തൊട്ടല്ലേ. അങ്ങനെ ലക്ഷദ്വീപിൽ നിന്നും ആ പന്ത് 2 പന്തോ പോട്ടെ. ഒരു അടങ്ങിയൊരു ഗൈസ്. ഓക്കെ ബൈ ബൈ പറ. ബുഷറ എന്നെ തേടി വരുന്നു ഗായ്. ബുഷറോ എന്നെ കാണല്ലേ? അമ്മ വിളിക്കണ്ടേ? ബൈ. ക്യൂട്ടി. എവിടെ നിക്കണേ? അങ്ങനെ പോണേ. കേരള വണ്ടിയില് നമ്മള് സിയാദ്ഖാന്റെ വണ്ടിയില് യാത്ര ചെയ്യാൻ പോവാണ്. നെയ്മറുണ്ട്, കുട്ടിഞ്ഞുണ്ട്, മള്ളീനി ഉണ്ട്. നമ്മള് ഉറക്കത്തിന്ന് സ്വീപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങള് കുട്ടികൾക്ക് ഒരു ഫുട്ബോൾ കളിക്കാന് ചെറിയ കുപ്പിന്ന് പറഞ്ഞ വെള്ള കുപ്പിയാട്ടോ. വീഡിയോയിലെ കുപ്പി മരുന്നൊക്കെ പറഞ്ഞല്ലേ. കുപ്പിയിൽ വെള്ളം ഉണ്ടോ? എനിക്ക് വേണം. ഇതോ ചട്ടിയും കാലോ നോക്കട്ടോ. നല്ല നോക്ക്. ഇത് നല്ല കുട്ടിയാടാ. ഞാൻ എൻ്റെ ബാഗുള്ളവരോ
മേലെ മണ്ടി വെക്കാം. സിയാക്കാന്റെ 5 സീറ്റഡ് വണ്ടിയിൽ നമ്മള് എന്തൊക്കെ ഞങ്ങള് മാറി മാറി ഞങ്ങള് പോകും. നമ്മളെ ഡ്രോപ്പ് ചെയ്ത് കണ്ട് പോവാണ്. എല്ലാവരും നമ്പർ ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ഏതാ വണ്ടി? മറുസാഗ് എക്സ്പ്രസ്, നമ്മുടെ നാട്ടിലത്തെ വണ്ടി ഗായ്സ്. ചെറിയ മരം നമ്മളെ നാട്ടിൽ തന്നെ വണ്ടി അറിയില്ലേ. നമ്മളിനി സൂറത്തിലോട്ട് പോവാണ് ഗായ്സ്. ഇന്നത്തെ ഡേ എങ്ങനെയും ടോപ്പായി. അപ്പോൾ ഇപ്പോൾ ഗായ്സ് ഇന്നത്തെ ഡേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, തീരെ പ്രതീക്ഷിക്കാത്ത ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മൾ. അതെ, വളരെ മെമ്മറബിൾ ഡേ. പോരാന്ന് തോന്നുന്നില്ല, പക്ഷേ രക്ഷയില്ലല്ലോ. പക്ഷേ ഡേ കൂടും. ഈ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ടേ നമ്മൾ നമ്മുടെ നാട്ടിലെ ചെറുവിൻ്റെ നാട്ടിലത്തെ വണ്ടി കയറിയിട്ടുണ്ട്. മരുസാഗറിൽ കയറി. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതൊരു ബൈ പറഞ്ഞ ബൈ.